കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ഈ സന്ദേശം ശ്രദ്ധിച്ചാലും എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുന്നതോടുള്ള ബന്ധത്തിലുള്ള ഭാഗമാണ് നമുക്കിവിടെ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. ഈ ഭാഗം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറയുകയാണ്, നീ നിൻ്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുചെന്ന് ഹോമയാഗം കഴിക്കുക എന്ന് പറയപ്പെടുന്ന അനുഗ്രഹീതമായൊരു ചിന്ത ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. അബ്രഹാം അത് വിശ്വസ്തയോടെ ചെയ്തു എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളോട് എന്ത് പറയുന്നുവോ അത് ചെയ്യുക. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കത് പോഷത്തരമായിട്ടോ മണ്ടത്തരമായിട്ടോ ഇല്ലെങ്കിൽ അത് എന്താണ് ദൈവം അങ്ങനെ പറഞ്ഞെന്നൊക്കെ തോന്നലുകൾ വന്നെന്നിരിക്കാം. പക്ഷെ ദൈവം ഒരു കാര്യം പറയുമ്പോൾ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ അബ്രഹാമിനോട് ദൈവം ഇത് പറയുമ്പോൾ ഒരു മറുചോദ്യത്തിന് നിൽക്കാതെ തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ വേണ്ടി അബ്രഹാം തയ്യാറായി. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്തൊന്ന് ശ്രദ്ധിക്കണം. ദൈവം അബ്രഹാമിന് വാർദ്ധക്യത്തിലാണ് ഈ തലമുറയെ കൊടുത്തത്, അല്ലേ? നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിക്കുമെന്ന് ദൈവം പറഞ്ഞ ദൂതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു തലമുറയെ ദൈവം കൊടുത്തത്. അവനെ ഹോമയാഗം അർപ്പിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ് സ്തോത്രം അതിനകത്ത് നമുക്ക് ഈ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുക എന്നത്? ഈ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ സ്തോത്രം ഇസഹാക്ക് മരണപ്പെട്ടാൽ ഈ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുമോ? ഇല്ല. ഇസഹാക്ക് യാഗം അർപ്പിക്കപ്പെട്ടാൽ ഈ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ എന്താണ് ദൈവം അങ്ങനെ പറഞ്ഞത്? എന്തായിരുന്നു അബ്രഹാമിന് അതിനകത്തുണ്ടായിരുന്ന ആ വിശ്വാസമെന്ന്? ഇതാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചില നിമിഷങ്ങൾ ചിന്തിക്കേണ്ടതാണത്. എന്താ സംഭവിക്കുന്നത്? യാഗം അർപ്പിക്കാൻ വേണ്ടി അബ്രഹാം തയ്യാറാകുന്നു. അതിനാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് വിറക് കീറിയെടുത്ത് തീയെടുത്ത് ഇസഹാക്കിനെ കൂട്ടി 3 ദിവസം വഴിയാത്ര ചെയ്ത് മോറിയ മലയുടെ താഴ്വരയിൽ ചെന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് മലയിലേക്ക് കയറുന്ന സമയത്ത് ദാസന്മാരോടായി അബ്രഹാം പറഞ്ഞ വാക്കാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവരോട് പറയുകയാണ്, ഞാനും എൻ്റെ മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. അവിടെയാണ് ഈ വിശ്വാസം. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണി അവനെ അർപ്പിച്ച് അവനെ തിരികെ പ്രാപിച്ചു എന്നാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇവനെ ഹോമയാഗം അർപ്പിക്കേണ്ടി വന്നാലും ഇവ തലമുറയുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആ ചാരത്തിൽ നിന്ന് എടുത്തൊരു ഇസഹാക്കിനെ തരുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ ദൈവസേന അർപ്പണ ഹൃദയത്തോടെ നിന്നാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ശക്തനാണ്. നമ്മുടെ വിശ്വാസം ആഴമുള്ളതാകട്ടെ. ഏത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചലിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് മഹത്വവും പുകഴ്ചയും മാനവും എല്ലാ കർത്താവിൻ്റെ യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.